ഇനിയുള്ള രാവുകളും പകലുകളും അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ ഓർത്ത് കണ്ണീർ വാർക്കേണ്ട സമയമാണ്. പല കാര്യത്തിലും നമ്മൾ കരഞ്ഞിട്ടുണ്ട്. ബിസിനസ് പൊട്ടിയപ്പോ ഇപ്പോഴും തോരാത്ത കണ്ണുനീർ ഇപ്പോഴുണ്ട്. കൊറോണ സമയത്ത് തകർന്ന ബിസിനസിന് കണക്കില്ല. പ്രവാസ ലോകത്ത് പണമിറക്കിയിട്ടും എങ്ങുമെത്താതെ കരഞ്ഞുകൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് എത്തിയവർ. ചെറുതാകട്ടെ വലുതാകട്ടെ വരുമാന മാർഗങ്ങൾ മുടങ്ങുമ്പോൾ കണ്ണു നിറയും. അത് മനുഷ്യ സഹജമാണ്. ഞാൻ ചോദിക്കുന്നു, ഓ പ്രിയപ്പെട്ടവരെ, ദുനിയാവിന്റെ ഭൗതിക ലോകത്തിന്റെ ഇഹലോകത്തിന്റെ കാര്യത്തിൽ പല നഷ്ടക്കണക്കുകളും മുന്നിൽ വെച്ച് നാം തോരാത്ത കണ്ണുനീർ വാർത്തിട്ടുണ്ട്. സജലങ്ങളായ കണ്ണുകളോടെ ഇനി എന്ത് എന്നുള്ള വലിയ ചോദ്യചിഹ്നത്തിന്റെ മുമ്പിൽ മുമ്പോട്ട് നടന്നു നീങ്ങിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞാനും നിങ്ങളും ആലോചിക്കാനാണ്. ആദ്യമായി ഈ സൗണ്ട് കേൾക്കുന്നത് ഞാനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ നിലക്ക് കൂടുതൽ ഉത്തരവാദിത്വത്തോടെ നാം ആലോചിക്കാനുള്ള, ചിന്തിക്കാനുള്ള ഒരു വിഷയം, ഭൗതികമായ വിഷയങ്ങൾക്ക് വേണ്ടി പലപ്പോഴും കരഞ്ഞ് നിലവിളിച്ച നമ്മൾ നമ്മുടെ പരലോക സംബന്ധമായി നമ്മുടെ ആഖിറം നഷ്ടപ്പെട്ടു പോകുമോ, നമ്മുടെ ഖബറിന്റെ ഭീതിതമായ അവസ്ഥയെക്കുറിച്ച് ഓർത്ത്, നമ്മുടെ ബർസഖിന്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത്, നാളെയുള്ള ആഖിറത്തിന്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത്, നാളെ ചെല്ലാനുള്ള ലോകത്തും അവിടെയുള്ള ഹിസാബും അവിടെയുള്ള മീസാനും അവിടെയുള്ള തുലാസും അവിടെയുള്ള സിറാത്തും അങ്ങോട്ട് നടന്നു നീങ്ങുന്ന വഴിയോരങ്ങളെ കുറിച്ച് ഓർത്ത്, അവിടെയുള്ള വല്ലാത്ത ഭീതിതമായ അവസ്ഥകളെ കുറിച്ച് ഓർത്ത്, അല്ലാഹുവേ എന്റെ മരണം എങ്ങനെയാണ്, അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം എങ്ങനെയാണ് എന്നെ കണ്ടുമുട്ടുക എന്ന രീതി, എന്ന ഒരു ചിന്ത, എന്ന ഒരു ആലോചനയിൽ കണ്ണുനീർ വാർത്ത് അല്ലാഹുവിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞവർ ആരാണ്? അല്ലാഹുവിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞ കണ്ണുനീരെവിടെ? അല്ലാഹുവിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞു നിലവിളിച്ച് കരഞ്ഞ ഒരു സ്വകാര്യ നിമിഷത്തെ കുറിച്ച് പറയാനും അടയാളപ്പെടുത്താനും നമ്മുടെ നന്മകളുടെ രേഖയിൽ അങ്ങനെ ഒരു നന്മ, അല്ലാഹുവിനെ കുറിച്ച് ഓർത്ത നന്മ, അത് വലിയ പ്രതിഫലമാണ്. അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. കണ്ണുനീരെന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യന്റെ വിഷമത്തിന്റെ അങ്ങേയറ്റത്തെ ഒരു തലമാണ്. ഹൃദയം നോവുമ്പോഴാണ് അത് കണ്ണുനീരായി പുറത്തു വരിക. അപ്പൊ അള്ളാഹിനെ കുറിച്ച് ഓർത്ത് ഹൃദയം നൊന്ത് പരിവപ്പെട്ട് പുറത്തേക്ക് കണ്ണുനീര് വരുമ്പോൾ ആ കണ്ണുനീര് വീഴ്ത്തിയവൻ നരകത്തിൽ കടക്കൂല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കറന്നെടുത്ത ഒട്ടകത്തിന്റെ പാല് അകിടിലേക്ക് കയറാത്തതുപോലെ അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞ കണ്ണുനീർ കണങ്ങൾ, അത് ആത്മാർത്ഥമാണ് ആ കണങ്ങളെങ്കിൽ ഒരിക്കലും അവര് നരകത്തിലേക്ക് പോവില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അർശിന്റെ തണല് കിട്ടുമ്പോ, അർശിന്റെ തണല് കിട്ടുന്ന 7 വിഭാഗത്തെ പറഞ്ഞെടുത്തും അത് പ്രത്യേകമായി പറയുന്നു. വക്കാ മിൻ ഖശിയത്തില്ലാ സയ്യിദുനാ റസൂലുള്ളാഹി.